ഇന്ന് പുതിയ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് കേരളയിൽ വരില്ല കേട്ടോ എന്നുള്ളതാണ്. ആ ഒരു പ്രഖ്യാപനം കൂടി ജനങ്ങളോടുള്ള ഏറ്റവും അടുത്തു നിൽക്കുന്ന ഒരു സമീപനമായും ജനങ്ങൾക്കൊപ്പമുള്ള ഒരു ജനകീയ സർക്കാർ എന്നുള്ളൊരു പ്രതീതി കൂടിയല്ലേ നൽകുന്നത്? തീർച്ചയായിട്ടും ഇതിപ്പോ 3 ദിവസമായിട്ടുള്ള ഒരു സർക്കാർ വന്നിട്ട് അതിനെക്കുറിച്ച് ഇപ്പൊ വിലയിരുത്താനായിട്ടില്ല. പക്ഷെ എടുത്ത തീരുമാനങ്ങൾ, അവർ ജനങ്ങളോട് കൊടുത്ത ഉറപ്പുകൾ പാലിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് എന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പോൾ ആദ്യം ആശാസമരം, ഇപ്പോൾ കേരളയുമായി ബന്ധപ്പെട്ട് PSC റാങ്ക് ലിസ്റ്റ് ഉയർത്തുന്നതെല്ലാം. പ്രത്യേകിച്ചും കേരളയെ സംബന്ധിച്ചിടത്തോളം കേരളയിൽ സിൽവർ ലൈൻ എന്ന് പറയുന്ന പദ്ധതി കേരളത്തിന്റെ കുടിയൊഴിക്കൽ മാത്രമല്ല, കേരളത്തിന്റെ സാമൂഹ്യ പാരിസ്ഥിതിക സാമ്പത്തിക അവസ്ഥയ്ക്ക് യോജിച്ചതല്ല എന്ന് ഒരുമാതിരി ആളുകളെല്ലാം തന്നെ പറഞ്ഞതാണ്. അവസാനം സർക്കാരും അതിലെത്തിയല്ലോ. RRTS വേണ്ടി സർക്കാർ കൊടുത്ത അപേക്ഷയിൽ കേരളയിൽ സിൽവർ ലൈൻ പദ്ധതി സാധ്യമല്ല, അതിന് പ്രത്യാഘാതങ്ങൾ ഉണ്ട് എന്ന് തന്നെ അവർ എഴുതിയിട്ടുണ്ട്. അപ്പൊ സർക്കാരിന് തന്നെ അറിയാതെ, എന്നിട്ടും വരും കെട്ടോ കേരളയിൽ വരും കെട്ടോ എന്ന് പറയുന്നത് ഒരു ധാർഷ്ട്യത്തിന്റെ ലക്ഷണമായിരുന്നു. ഇപ്പൊ ഭൂമി ഏറ്റെടുക്കേണ്ടി വരും എന്ന് നമുക്കും അറിയാം പല പദ്ധതികൾക്കും. പക്ഷെ ഭൂമി ഏറ്റെടുക്കുമ്പോൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് ചരിത്രത്തിന്റെ പാഠം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ അന്ന് തന്നെ പറഞ്ഞതാണ്, സിൽവർ ലൈൻ പദ്ധതി ബംഗാളി നന്ദിഗ്രാമും സിംഗൂരും ഉണ്ടാക്കിയ ഇഫക്റ്റ് കേരളത്തിൽ CPM എന്ന പോലെയുള്ള ഒരു ഇടതുപക്ഷ പാർട്ടിക്ക് ഉണ്ടാക്കും, അതുകൊണ്ട് അതിൽ നിന്ന് പിന്മാറണം എന്ന് പറഞ്ഞതാണ്. കേരളത്തിന്റെ കാലാവസ്ഥയ്ക്കും കേരളത്തിന്റെ ഭൂപ്രകൃതിക്കും ആവാസ വ്യവസ്ഥയ്ക്കും യോജിക്കാത്തതും കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥയ്ക്ക് യോജിക്കാത്തതുമായ ഒരു പദ്ധതിയാണിത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ദേശീയപാത വലിയ തോതിൽ നമ്മൾ ആരംഭിച്ചിട്ട് കുറെ സ്ഥലത്തൊക്കെ പണിതു, പല സ്ഥലത്ത് ഇടിഞ്ഞു വീഴാണ്. എന്തുകൊണ്ടാണ് ദേശീയപാതയ്ക്ക് ഇങ്ങനെ ഒരു തകരാറ് ഉണ്ടായത് എന്ന് പരിശോധിക്കാൻ നമ്മൾ തയ്യാറാവണ്ടേ? കേരളത്തിലെ നീരൊഴുക്ക് പോലും പരിഗണിക്കാതെയാണ് ദേശീയപാത ഉണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ മഴ, കേരളത്തിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പദ്ധതിയെ പറ്റി വളരെ വിശദമായി പഠിക്കുകയും സമരസമിതിയുമായി നിരന്തരം ചർച്ച ചെയ്യുകയും സമരങ്ങളിൽ നിരന്തരം പങ്കെടുക്കുകയും ചെയ്തവരാണ് ഇന്നത്തെ ഭരണകക്ഷി. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാതൊരു രണ്ടാമത്തെ ചർച്ചയ്ക്കും അവകാശമില്ല. രണ്ടാമത്തെ വിഷയം, ഇതിൽ പ്രശ്നം ഈ കേരളയിൽ പദ്ധതിക്ക് വേണ്ടി സർക്കാർ നടത്തിയ വളരെ ജനാധിപത്യ വിരുദ്ധമായ നിയമവിരുദ്ധമായ നീക്കങ്ങൾ അവസാനം ഹൈക്കോടതി തന്നെ പറഞ്ഞല്ലോ മഞ്ഞക്കുറ്റിയിട്ടത് തെറ്റാണെന്ന്. ഹൈക്കോടതിക്ക് പറയേണ്ടി വന്നില്ലേ? അവസാനം പിന്നെ മഞ്ഞക്കുറ്റിയിടൽ നിർത്തിയില്ലേ? വീടിന്റെ അടുക്കളയിൽ മനുഷ്യന്റെ അനുവാദമില്ലാതെ കൊണ്ടൊന്ന് മഞ്ഞക്കുറ്റിയിട്ടാൽ ആ മഞ്ഞക്കുറ്റി നിലനിൽക്കില്ല കേരളം പോലൊരു സ്ഥലത്ത്. അതിപ്പോൾ പല തോട്ടിലും പല കടലിലും കായലിലും ഒക്കെ കിടക്കുകയാണ്. അത് വളരെ കൃത്യമായി ജനങ്ങൾ പറഞ്ഞതാണ്. പക്ഷെ അതുകൊണ്ട് പ്രശ്നം തീരുന്നില്ല. അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം, ഈ വിജ്ഞാപനം റദ്ദാക്കുന്നതോടുകൂടി മാത്രമാണ് അവരുടെ ഭൂമി അതിൽ നിന്ന് പോകുന്നത്. 10,000 മനുഷ്യരുടെ ഭൂമി ഒന്നും ചെയ്യാൻ കഴിയാതെ അനാഥാവസ്ഥയിൽ കിടക്കുകയാണ്. അവർക്ക് അത് നിൽക്കാൻ പറ്റില്ല, അവിടെ വീട് പണിയാൻ പറ്റില്ല, അത് പണയം വെക്കാൻ പറ്റില്ല, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. മനുഷ്യന്റെ ഭൂമി കേരളത്തിൽ നിന്ന് തുണ്ട് ഭൂമിയാണ് മനുഷ്യർക്കുള്ളത്. അതുകൊണ്ടാണ് മനുഷ്യർ ഒരുപക്ഷെ കുട്ടിയെ പഠിപ്പിക്കാനോ ചികിത്സിക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വീട് പണിയാനോ ഒക്കെ ഉപയോഗിക്കുന്നത്. അതൊന്നും കിട്ടാതെ വന്നാൽ അവരെന്ത് ചെയ്യണം? അപ്പൊ അതുകൊണ്ട് അത് മൂന്നാമത്തെ വിഷയം, അതിൽ ഈ ധാർഷ്ട്യം കൊണ്ട് പോലീസ് സ്ത്രീകളെയും കുട്ടികളെയും അടക്കം വലിയ തോതിൽ അറസ്റ്റ് ചെയ്തു, അടിച്ചു, മർദ്ദിച്ചു, ജയിലിലിട്ടു. സ്ത്രീകളെ അടക്കം ജയിലിലിട്ടില്ലേ ഈ സർക്കാർ? എന്ത് കാര്യത്തിന്? അങ്ങനെയുള്ള ഒരു കാര്യം, അതിനുള്ള തിരുത്തലും കൂടി ഇന്ന് വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളയിൽ വിഷയത്തിൽ എടുത്ത എല്ലാ കേസുകളും പിൻവലിക്കാൻ പോവാണ്. തീർച്ചയായും വളരെ ശുഭോദർക്കമായ അവരുടെ ഞങ്ങൾ പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിക്കുന്ന സർക്കാരാണ് എന്ന് വ്യക്തമായി പറയുന്ന ഒന്നാണ്. ഇത് ഏതെങ്കിലും ഒരു ഗവൺമെന്റിനെതിരായിട്ടല്ല, കേരളത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ്. ഞങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം കേരളയിൽ വേണ്ട, കേരളം വേണം എന്നാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ കേരളയിൽ എന്ന് പറയുന്നത് ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയായി ഒരു ഘട്ടത്തിൽ നമ്മൾ വിലയിരുത്തിയിരുന്നു. ജനങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചിരുന്നു. പലരും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളടക്കം വോട്ട് ചെയ്താണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നത്, എന്നിട്ട് എന്തിന് ഞങ്ങളോട് ഈ ദ്രോഹം കാണിക്കുന്നു എന്നുള്ളത്. ഇതൊക്കെ തന്നെ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് അന്ന് ഓർമ്മിപ്പിച്ചിട്ട് പോലും അതിനോടും മുഖം തിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഉറപ്പായും വരും കേട്ടോ എന്നുള്ള ധാർഷ്ട്യം നിറഞ്ഞ മറുപടി തന്നെ അല്ലായിരുന്നു അന്നും ആവർത്തിച്ചത്. അതിനുള്ളൊരു ജനവിധി കൂടിയല്ലേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും ഈ സർക്കാരിന്റെ ധാർഷ്ട്യം, ജനങ്ങളോടുള്ള പുച്ഛം, ജനങ്ങളെ വെറും പ്രജകളാക്കി കാണുക. ഇത് പ്രജയല്ല. ജനാധിപത്യത്തിൽ പ്രജയും രാജാവുമില്ല. ജനാധിപത്യ ഭരണകർത്താക്കളും പൗരന്മാരുമാണ്, പ്രജയല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും തന്നിട്ട് നിങ്ങൾക്ക് അത് തന്നില്ലേ, നിങ്ങൾക്ക് പെൻഷൻ തന്നില്ലേ, നിങ്ങൾക്ക് വീട് തന്നില്ലേ, നിങ്ങൾക്ക് വഴി തന്നില്ലേ എന്ന് ചോദിച്ചാൽ അതുകൊണ്ട് മാത്രം പറയാനുള്ളതല്ല. ജനങ്ങൾക്ക് ആത്മാഭിമാനമുണ്ട്, ജനങ്ങൾക്ക് സ്വന്തം ജീവിതത്തെ നിർണ്ണയിക്കാനുള്ള അവകാശമുണ്ട്. അത് ജനാധിപത്യമാണ് എന്ന് അംഗീകരിക്കാൻ സർക്കാർ മടിച്ചിരുന്നു. അവരെ ഓർമ്മിപ്പിച്ചു. വളരെ
വളരെ ശക്തമായി ജനങ്ങൾ ഓർമ്മിപ്പിച്ചു. ഇത് രാജഭരണമല്ല, ഇത് ജനാധിപത്യമാണ്, പ്രജാധിപത്യമാണ്, പ്രജയല്ല ഞങ്ങൾ, ജനങ്ങളാണ്, പൗരന്മാരാണ്. അതിനുള്ള ഉത്തരമാണ് ഇപ്പൊ കിട്ടിയത്. അത് തീർച്ചയായും തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കൃത്യമായി വന്നിട്ടുണ്ട്. അത് ആശാസമരത്തിന്റെ കാര്യത്തിലും കേരളയിൽ സമരത്തിന്റെ കാര്യത്തിലും ഒക്കെ അത് വന്നിട്ടുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.